PSC പരീക്ഷാ ക്രമക്കേടിൽ SITയുടെ വിശദമായ അന്വേഷണം തുടരുന്നു. വിവിധ പരീക്ഷകളിൽ ക്രമക്കേട് പരാതി നൽകിയ ഉദ്യോഗാർത്ഥികളുടെ മൊഴിയെടുക്കുന്നത് ഇന്നും തുടരും. സുപ്രധാനമായ ചില രേഖകൾ PSC SITക്ക് കൈമാറിയിട്ടുണ്ട്. അന്വേഷണ സംഘത്തെ സഹായിക്കാൻ രൂപീകരിച്ച കമ്മിറ്റിയിൽ PSC സെക്രട്ടറി ഉൾപ്പെടാത്തതിൽ വിവാദം ആളിക്കത്തുകയാണ്. ഇന്ന് ചേരുന്ന PSC ബോർഡ് യോഗം ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യുമെന്നാണ് സൂചന. ആലപ്പുഴയിൽ ചോദ്യപേപ്പർ മാറി നൽകിയതിലെ അന്വേഷണവും യോഗത്തിൽ തീരുമാനിക്കും. സുനിഷ അയലൂരിന്റെ വിശദാംശങ്ങൾ നൽകാൻ. സുനിഷ, 2 തവണ PSC ആസ്ഥാനത്ത് പരിശോധന നടത്തിയിരുന്നു SIT. ഇപ്പോൾ ഈ പരാതി നൽകിയവരുടെ മൊഴിയെടുപ്പ് തുടരുകയുമാണ്. നിലവിലെ അന്വേഷണ പുരോഗതി എന്താണെന്നാണ് മനസ്സിലാക്കുന്നത്? ശ്രുതി, അന്വേഷണം ഒരു ഭാഗത്ത് നടക്കുകയാണ്. അതിനിടയിൽ ഇന്ന് PSCയുടെ ബോർഡ് യോഗം ചേരുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനമായും. ഈ വിവാദങ്ങളെല്ലാം കത്തി നിൽക്കുന്നതിനിടയിൽ നിർണായകമാണ് ഈ ബോർഡ് യോഗം എന്നുള്ളതാണ്. ഈ അന്വേഷണം ഏത് രീതിയിൽ അതെല്ലാം തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ഈ ആസ്ഥാനത്തെത്തി തന്നെ അന്വേഷണ സംഘം ചില രേഖകളെല്ലാം വാങ്ങിയിരുന്നു. PSC ചില നിർണായകമായ രേഖകൾ ഈ അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. മറ്റൊന്ന്, ഈ ഉദ്യോഗാർത്ഥികളുടെ നിരവധി പരീക്ഷകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ക്രമക്കേട് ഉന്നയിച്ച് പരാതി നൽകിയിരിക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ എല്ലാം മൊഴിയെടുപ്പ് നടക്കുകയാണ്. അത് ഇന്നും തുടരുമെന്നുള്ളതാണ്. ഇനിയും ചില നിർണായകമായ വിവരങ്ങളെല്ലാം തന്നെ ശേഖരിക്കേണ്ടതുണ്ട്. അതെല്ലാം SITയുടെ ഭാഗത്തു നിന്നും ഒരു വശത്ത് നടക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഈ അന്വേഷണ സംഘത്തിന് സഹായിക്കാനായി വെച്ച കമ്മിറ്റിയിൽ PSC സെക്രട്ടറി ഇല്ലാത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ വിവാദം അത് ഒരു വശത്ത് നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതേസമയം തന്നെ കമ്മിറ്റിയിൽ ഉൾപ്പെട്ട ഈ PSC ഉദ്യോഗസ്ഥ തന്നെ ക്രമക്കേടിനെ അനുകൂലിച്ചുകൊണ്ട് രംഗത്ത് വരുന്നൊരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അതും വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് ബോർഡ് യോഗത്തിൽ ഇതെല്ലാം പരിശോധിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത്. എന്താണ് ഉദ്യോഗസ്ഥർക്ക് ഈ തരത്തിൽ എന്താണ് ഇനി ഇതിൽ ചെയ്യാൻ കഴിയുന്നത്, ഈ രേഖകളെല്ലാം കൈമാറിക്കഴിഞ്ഞു തുടങ്ങി എല്ലാ വിഷയങ്ങളും ഈ പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് ചർച്ചയാകുമെന്നുള്ളതാണ്. ഒപ്പം തന്നെ ഈ കമ്മിറ്റിയിൽ ഉൾപ്പെട്ട ഉദ്യോഗസ്ഥയുടെ വിവാദമായ ഈ പ്രതികരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടി ഇന്ന് ചർച്ചയാകുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസം ഈ ചോദ്യപേപ്പർ മാറി നൽകിയതുമായി ബന്ധപ്പെട്ട് ആലപ്പുഴയിൽ ഉണ്ടായ സംഭവമാണ്. പരീക്ഷ പൂർണ്ണമായും റദ്ദാക്കേണ്ട ഒരു സാഹചര്യം കൂടി PSC സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. പരീക്ഷാ ക്രമക്കേടിന്റെ ഒരു വിവാദം നിൽക്കുന്നതിനിടയിലാണ് വീണ്ടും ഇത്തരം ഒരു പരീക്ഷ ചോദ്യപേപ്പർ മാറിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതും PSC സംബന്ധിച്ചിടത്തോളം വലിയ വിവാദത്തിലേക്ക് നയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ വിഷയം കൂടി ഇന്നത്തെ ബോർഡ് യോഗത്തിൽ ചർച്ചയാകും. ഒപ്പം തന്നെ ഏത് രീതിയിലാണ് ഇതിൽ അന്വേഷണം നടത്തേണ്ടത് എന്ന കാര്യം കൂടി ഇന്ന് ചേരുന്ന ബോർഡ് യോഗം തീരുമാനിക്കുമെന്നുള്ളതാണ്. ഏതായാലും ഒരു വശത്ത് അന്വേഷണം പുരോഗമിക്കുന്നു, മറുവശത്ത് ഈ ഇന്ന് ബോർഡ് യോഗം ചേർന്ന തുടർ നടപടികളും തുടർ കാര്യങ്ങളും കൂടി ആലോചിക്കുമെന്നുള്ളതാണ്. ശരി, ഓക്കെ, വ്യക്തമാണ്. സുനിഷ അയലൂരാണ് വിശദാംശങ്ങൾ നൽകിയത്.